ഏതൊരു മനുഷ്യനും എന്തെങ്കിലും ഒരു കാര്യത്തിൽ തോറ്റാൽ ആ തോറ്റ കാര്യം ആരെങ്കിലും ഇങ്ങനെ പറയുകയാണെങ്കിൽ അവരോട് ഭയങ്കര ദേഷ്യമായിരിക്കും. ഇത് നാട്ടുകാർ മുഴുവൻ ഈ തോറ്റ കാര്യം പറഞ്ഞ് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ കളിയാക്കുക. സ്വന്തം പാർട്ടിക്കാരാണെങ്കിൽ ഈ തോറ്റേൻ്റെ കാര്യം മുഴുവനായിട്ട് ഒരാളുടെ തലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കുക. ഇതെല്ലാം കൂടെ ആയാൽ പിന്നെ അവസാനത്തെ അടവ് മാധ്യമപ്രവർത്തകരെ 4 പറയാന്നുള്ള ഒരു ലൈനാണ്. ഇനി ഇത് പറഞ്ഞു നടക്കുന്നവരെ ഞങ്ങൾ കായികമായും നിയമപരമായും നേരിടും. ഏത് കൊമ്പത്തിരിക്കുന്നവരായാലും അവരെ ശരിയായ നിലയിൽ തന്നെ കൈകാര്യം ചെയ്യും. കേരളത്തിലെ മാധ്യമപ്രവർത്തകരോടാണ് ഒരു മഹാപ്രസ്ഥാനത്തെ അപമാനിക്കാൻ, പൊതുസമൂഹത്തിൽ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ച ഒരു മാധ്യമപ്രവർത്തകനെയും വെറുതെ വിടില്ല. അതിലൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട. അങ്ങാടിയിൽ തോറ്റാൽ അമ്മയോട്, അങ്ങാടി തോറ്റാൽ അമ്മനോട് എന്ന് പറഞ്ഞ പോലെ പാലക്കാട് തോറ്റേന് ഈ മാധ്യമപ്രവർത്തകരെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഞാൻ പറയട്ടെ, പറഞ്ഞോളി. 3-4 ദിവസമായിട്ട് പാർട്ടിക്കാർ നല്ലോണം പറയുന്നുണ്ടല്ലോ. ആ കലിപ്പ് ആരോടെങ്കിലുമൊക്കെ പറഞ്ഞു തീർത്തോളി. കഴിഞ്ഞ 3-4 ദിവസങ്ങളായി മാധ്യമങ്ങൾ നടത്തുന്ന ശ്രമത്തിന് ഒരു തരത്തിലും അംഗീകരിക്കില്ല. വേണ്ട, നിങ്ങളെ തോൽവിയുടെ ചർച്ച എവിടം വരെയായി? ആ ചർച്ചയൊക്കെ നടക്കുന്നുണ്ടല്ലോ അല്ലേ? അത് ഞങ്ങൾ ചർച്ച ചെയ്യേണ്ട, ഞങ്ങൾ ചർച്ച ചെയ്തു. കണ്ടോ, തോറ്റതിനെ കുറിച്ച് ചോദിച്ചാൽ ഇതാണ് ഇപ്പൊ അവസ്ഥ. അല്ല, തോറ്റത് ചർച്ച ചെയ്യാനും ആരും വരുന്നില്ലേ? ഇന്നത്തെ യോഗത്തിൽ 14 പേർ വന്നിട്ടില്ല. എല്ലാ യോഗങ്ങളിലും ഒരു 5% ആൾക്കാർ വരില്ല. അപ്പൊ പിന്നെ മുമ്പിൽ കണ്ടവരോടൊക്കെ ദേഷ്യം വരും. നിങ്ങൾ ഈ പറഞ്ഞ ഒരു കാര്യവും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല. ഇതിലും മേലെ ഇനി എന്ത് കലിപ്പ് വരാനാണ്? മാധ്യമപ്രവർത്തകരൊക്കെ കൈകാര്യം ചെയ്യുന്നൊക്കെ അല്ലേ പറഞ്ഞേ? നിങ്ങൾ ചെവിയിൽ നുള്ളിക്കോ, നിങ്ങൾ നിരാശരായിട്ട് വീട്ടിൽ പോകേണ്ടി വരും. ഇങ്ങനെയാണെങ്കിൽ തോൽക്കേണ്ടിയിരുന്നില്ല. വേറെ ആരെങ്കിലും ഉണ്ടോ അവിടെ? മൂപ്പരായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടോ ഒന്ന് സമാധാനിപ്പിക്കാൻ? ചേച്ചിയാണ് ഞാൻ, എനിക്ക് അകത്തേക്ക് പോകണം, വഴി തരിക. ശരി, ശോഭ ചേച്ചിനെ അകത്തേക്ക് വിട്ടെ സുരേന്ദ്രേട്ടാ. ഇവിടെ ഇരിക്കാൻ നിങ്ങൾ സമ്മതിച്ചാൽ മതി. ശോഭ ചേച്ചിയെ, മൂപ്പർക്ക് സമാധാനമായിട്ട് ഇരിക്കാനുള്ള എന്തെങ്കിലും നിങ്ങളൊന്ന് ചെയ്തു കൊടുക്കണേ. ആ പണിയാണ് ഇനി വരാൻ പോകുന്നത്. അല്ല, എന്ത് പണി വന്നാലും നിങ്ങൾക്കൊന്നും പ്രശ്നമില്ലല്ലോ. ആ കലിപ്പ് മൊത്തം നാട്ടുകാരെയും മാധ്യമപ്രവർത്തകരെയും നേരെയല്ലേ മൂപ്പര് തീർക്കണേ. നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത്? നിങ്ങൾ ആരാണ് ഇവിടുത്തെ? പെട്ടെന്നുള്ള ഷോക്ക് കൊണ്ടാ, മറിച്ചൊരു ഷോക്ക് കൊടുത്താൽ മതി. ചവറ് വാർത്തകളുമായിട്ടാണ് നിങ്ങൾ 3 ദിവസമായിട്ട് കയറി പോവുകയാണ്. ശിവരാജേട്ടാ, ഇതിപ്പോ എന്താ ചെയ്യാ? മൂപ്പരും തടി രക്ഷപ്പെടുത്തി. അത്തരം നെറികേടുകൾ കാണിച്ച ഒരുത്തനെയും വെറുതെ വിടുകയുമില്ല. എന്നോട് കളിക്കാൻ ഏതവനെങ്കിലും നട്ടല്ലുള്ളവരെങ്കിൽ ഇറങ്ങി വാ. തോറ്റ അന്ന് തന്നെ ഇതൊക്കെ മുരളിയേട്ടനോട് നമ്മൾ ചോദിച്ചാണ്. അപ്പൊ മൂപ്പരും എല്ലാതും പ്രസിഡന്റ് പറയുന്ന കൈ കഴുകി. ഇതിപ്പോ എല്ലാരും ഇങ്ങനെ മൂപ്പര തലമക്ക് വെച്ചാ ഇതിനൊക്കെ ഇപ്പൊ നമ്മളിപ്പോ എന്താ ചെയ്യാ? പി മുരളീധരനും ഞാനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നിങ്ങൾക്കറിയോ? അല്ല, ആ ബന്ധം എന്താണ് മുരളിയേട്ടാ? അതൊക്കെ പ്രസിഡന്റ് പറയും. കണ്ടോ, മൂപ്പർക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഒരു മൗനം പാലിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ ഈ തോൽവിക്ക് ഒരു പരിഹാരം കണ്ടില്ലെങ്കിൽ ആരൊക്കെ കൈകാര്യം ചെയ്യുമെന്ന് പറയാൻ പറ്റൂല.